തൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ സിനിമയായിരുന്നല്ലോ മുഴുവനും അല്ലേ? ആ ഒരു ഒരു ഇതിനൊക്കെ ഉപരിയായിട്ട് സിനിമ സാറിനെ എങ്ങനെയാക്കി? സാറിൻ്റെ ജീവിതം തുടങ്ങിയതിൽ നിന്ന് തൻ്റെ സ്വഭാവങ്ങളിൽ വന്ന മാറ്റം, സാറിൻ്റെ പ്രത്യേകതകൾ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലാണ് കൂടുതൽ സ്നേഹം കിട്ടിയത്. ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും കൂടുതൽ വന്നത്. എനിക്കങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സുകൾ കുറവായിരുന്നു ആദ്യം. ഈ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാട്ടിലൊക്കെ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും നല്ല ബന്ധങ്ങളും നല്ല റിലേഷൻഷിപ്പും ഒക്കെ ഈ സിനിമയിലൂടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ 20 ഇയേഴ്സോളായിട്ട് ഞാൻ. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് സിനിമയിലേക്ക് വന്നു. അവിടെ നിന്ന് സിനിമയിൽ വന്നിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഞാൻ കയറി വന്നിരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ തളരാതെ നിന്നത് എൻ്റെ ഒരു കോൺഫിഡൻസാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിനു പോലെ ഗൾഫിലേക്ക് എവിടെയെങ്കിലും പോയി എൻ്റെ ജോലി നോക്കി പോയത്. കാരണം ഞാൻ മാനസികമായിട്ട് തകർന്ന, ഞാൻ ഇന്നേ വരെ പട്ടിണി കിടന്നിട്ടില്ല ഈ സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ട്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു പട്ടിണി എന്ന് പറയുന്ന സംഭവം. ദൈവാനുഗ്രഹത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും മാനസികമായിട്ട് ഞാൻ തകർന്ന പല മുഹൂർത്തങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ കയറി നമ്മളിങ്ങനെ ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങളാണ്, ബന്ധങ്ങൾ മസ്റ്റാണ് സിനിമയിൽ. ബന്ധങ്ങളാണ് മെയിൻ. പിന്നെ നമുക്ക് കിട്ടുന്ന സമയം, നമ്മളുടെ സന്ദർഭം. നമ്മുടെ ഈ ഹിന്ദി സിനിമ കാണുമ്പോഴേ എന്തും ഈ തൊലിപ്പുറത്തെ പരിപാടികളാണ് മുഴുവൻ. ഞാൻ വളരെ കുറവ് കാണാറില്ല. മലയാളം അതിൽ നിന്ന് ഒരുപാട് ബെറ്റർ ആണല്ലേ, അങ്ങനെ തോന്നുകയാണ്. മലയാളം ഇപ്പൊ തമിഴും ബെറ്ററാണ്, നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളെ പറ്റി സാറ് പറയുന്നത്, കുടുംബ ബന്ധങ്ങൾ എന്റെ കഥകളെല്ലാം അതാണ് പറയുന്നത്. മിക്കവാറും ഒക്കെ കഥകളിൽ ഈ ബന്ധങ്ങളുടെ കഥയാണ് പറയുന്നത്. സാറിന്റെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം. കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടുകുടുംബത്തിൽ തന്നെ ഇപ്പോഴും. ഞാൻ 5 ബ്രദേഴ്സുണ്ട്, എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ മാരീഡാണ്. ഒരു ബ്രദർ കല്യാണം. സാറൊരു വലിയേട്ടനാണോ? വലിയേട്ടനല്ല, ഞാൻ രണ്ടാമത്തെ മകനായ ഒരു വലിയേട്ടനാണ്. അങ്ങനെയാണ്. മൂത്ത ബ്രദറിന്റെ പൊസിഷനിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ രണ്ടാമത് ജനിച്ചൊരു വലിയേട്ടനാണ്. അപ്പോൾ ഞാൻ അതിനോടൊക്കെ വളരെ സെൻറ്റിമെൻ്റലി ഞാൻ കുറേ അറ്റാച്ച്ഡാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വാത്സല്യമൊക്കെ ഭയങ്കര, ഞാൻ എഴുതിയത് പടമാണെങ്കിലും ഞാൻ ആ വാത്സല്യം കണ്ട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒന്നിട്ട് ഞാൻ മറന്നുപോയത്. വൈഫ് ഞാൻ തലശ്ശേരി എന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഫാസില എന്നാണ് പേര്. ഫാദർ മരിച്ചുപോയി. മദറുണ്ട്. മദർ പിന്നെ എൻ്റെ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ ദൈവമാണ്. അമ്മയുടെ സ്വാധീനം എന്തായിരുന്നു? അമ്മ ഒരിക്കലും എന്നെ കലാപരമായിട്ട് പോകുന്നതിനെ എതിർത്തിട്ടുമില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാം അവനവൻ്റെ വഴി. അത് മദ്യപിക്കരുത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ മരണം വരെ കീപ്പപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോയി.